മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു തോന്നലായിരുന്നു സാരി എടുക്കാന്ന്. ആ തോന്നൽ കാരണം അരും അമ്മയും പോസ്റ്റായി. സോ പെട്ടെന്ന് റെഡിയായി ഞങ്ങളിതേ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ അബിക്കുട്ടനുണ്ട്. രാവിലെ വിളിച്ച് വാട അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞപ്പോൾ അവനും പെട്ടെന്ന് റെഡിയായി വന്നു. നമ്മൾ ഈ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന ഒരു പാട്ടാണ് പമ്പാ ഗണപതി. ഞങ്ങൾ എപ്പോ കാറി കയറിയാലും ഫസ്റ്റ് ആ ഒരു പാട്ടായിരിക്കും വയ്ക്കുന്നത്. ആ പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചില്ലറ എടുക്കാനുള്ള കേസ് അങ്ങ് വിട്ടുപോയത്. പിന്നെ തിരിച്ചു പോകാന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞെങ്കിലും അമ്പലത്തിന്റെ അടുത്ത് എത്താറായതുകൊണ്ട് പിന്നെ പോകാൻ നിന്നില്ല. ആദ്യം നമ്മുടെ ആലുവയിലുള്ള അയ്യപ്പന്റെ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് നേരെ എന്റെ മണപ്പുറത്തേക്കും. ഈ എന്റെ മണപ്പുറം എന്ന് ഉദ്ദേശിച്ചത് എന്റെ നാട്ടില് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. ലൈഫിൽ എന്ത് സന്തോഷവും സങ്കടവും വന്നാലും അവിടെ പോയിരുന്ന എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു. ദേ ഈ ഇരിക്കുന്നതാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അങ്ങനെ അച്ഛനെയും കണ്ട് ഭഗവാനെയും തൊഴുത് അടുത്ത അമ്പലത്തിലേക്ക്. ഈ ഒരു ഏരിയയില് അടുത്തടുത്തുള്ള അമ്പലങ്ങളാണ് ഇതെല്ലാം. ഇത് ഹനുമാന്റെ അമ്പലമാണ്. 41 ദിവസത്തെ വ്രതം എടുത്ത് തേങ്ങ കെട്ടുന്നൊരു വഴിപാടുണ്ട്. അതുകൊണ്ട് സൺഡേ ഇവിടെ നല്ല തിരക്കായിരിക്കും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മസാലോഷ കഴിക്കാനാ. അമ്പലത്തിൽ പോയ ഒരു മസാലോഷ മസ്റ്റ് ആണല്ലോ. ചെറുതായിട്ടൊരു ഡയറ്റ് എടുത്തോണ്ട് ഞാൻ മസാലോഷ കഴിക്കാൻ നിന്നില്ല. ഒരു ചപ്പാത്തിൽ അങ്ങോട്ട് ഒതുക്കി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക്. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോസിൽ കാണാം.